ഹായ് ഗൈസ്, എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ട്രക്കിംഗ് ആണ്. ഈ ജീപ്പിലാണ്. ഇത് ട്രക്കിംഗ് ഓപ്പൺ ജീപ്പാണ്. ഇത് കാട്ടിനുള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഓപ്പൺ ആക്കും. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ കൂടെ ഷിയാസിക്കയുടെ മക്കൾ ഇതേണ്ട്. പിന്നെ ചിന്നുണ്ട്, ചിന്നുവും ലല്ലു വണ്ടിക്കകത്താണ്. ലല്ലുവിന് ചെരുപ്പിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ് തുടങ്ങി. ഇവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ, തൽഹാൻ അല്ലേ പേര്. നമ്മുടെ ഇക്ക പറയുന്നത് ഇവിടെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വനത്തിനുള്ളിലോട്ട് പോയതിന് ശേഷം ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ചിന്നു, ലല്ലു, സിദ്ധി, ഷർമി, ഹായ് ഓട്. കണ്ട, ലല്ലു ഭയങ്കര ഹാപ്പി ആയിരുന്നു കൂടെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മളിപ്പോൾ ഗവി റൂട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഓപ്പൺ ചെയ്യുവാണ്. രണ്ട് സൈഡും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. ഇനി വണ്ടി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി. ഞങ്ങള് ട്രക്കിങ് കഴിഞ്ഞിട്ടില്ല. ട്രക്കിങ്ങിനിടെ തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ നൂഡിൽസും ഓംലേറ്റൊക്കെ ഒന്ന് കഴിക്കാൻ. കാര്യം ഉച്ചക്കൊന്നും കഴിച്ചില്ല, ഭയങ്കര വിശപ്പ്. ഇതണ്ട, കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഓംലേറ്റ് കഴിക്കാൻ പോകുന്നു. നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആനയെ കാണിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് വലിഞ്ഞു ആസ്വദിച്ചുകൊണ്ട് നൂഡിൽസ് കഴിക്കുന്നു ഉച്ച സമയത്ത്. ഈ മല കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ മല ശബരിമലയുടെ ബാക്ക് സൈഡായിട്ട് വരും. പിന്നെ ഇവിടെ മൊത്തം ആന വരുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ ഇത്രയും റഷ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ അതിനും വേണ്ടി ആനപ്പിണ്ടമുണ്ട്. ഇവിടെ എല്ലാം ആന വന്ന് മേയുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ആനപ്പുറത്തിരിക്കുമ്പോഴാണ് ഇത് അവിടെ കേഴമാൻ നിൽക്കുന്നത് കണ്ടോ. സാധാരണ മനുഷ്യൻ്റെ ബഹളം കേൾക്കുമ്പോഴേ ഓടിക്കളയുന്ന സാധനമാണ് കേഴമാൻ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു. കവുങ്ങിൻ്റെ അവിടെ കണ്ടോ, അത് ആന ഒരുപാട് ഇങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. കേഴമാൻ രണ്ടെണ്ണം ഉണ്ട്. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റ് ആയപ്പോൾ അപ്പോൾ തേക്കടിയും പെരിയാർ ടൈഗർ റിസർവിലെ കുറേ ഫോറസ്റ്റ് പ്രോഗ്രാമൊക്കെ ഒരുപാട് ഇരുട്ടായതുകൊണ്ട് നടന്നില്ല. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ കമ്പത്ത് ഒരു മുന്തിരിത്തോട്ടം ഇപ്പോൾ രാത്രിയാവരെ നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് തുറന്നു തന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നൈറ്റ് ടൈമിൽ കയറിയതാണ്. ഇവിടെ മൊത്തം മുന്തിരിയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.